PM ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെയും നടക്കുകയായിരുന്നു. പിന്നീട് ആ വിവാദങ്ങളെ ഒക്കെയും അപ്രസക്തമാക്കിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പിന്നെ വന്നത്. മൂന്നാം വട്ടവും ഒരു തുടർഭരണം ഉറപ്പാക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഈ വാക്കുകളൊക്കെ വരുന്നത്. കാരണം ഇന്നലെ വമ്പൻ പ്രഖ്യാപനങ്ങളാണല്ലോ മുഖ്യമന്ത്രി നടത്തിയത്. ക്ഷേമ പെൻഷൻ വർധനവടക്കം വലിയ പ്രഖ്യാപനങ്ങളൊക്കെ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയിരുന്നു. അപ്പോൾ ഈ പ്രഖ്യാപനങ്ങളൊക്കെ ഭരണം ഉറപ്പാക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ എന്നാണ് പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള, മുഖ്യമന്ത്രിയുടെ മകനെതിരായ ആരോപണം, PM ശ്രീ ഉൾപ്പെടെയുള്ള വിവാദങ്ങളെ മറികടക്കാമെന്നാണ് പുതിയ പ്രഖ്യാപനങ്ങളിലൂടെ LDFിന് പ്രതീക്ഷ. പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനുള്ള പണം എവിടെയെന്ന് ചോദിക്കുമ്പോഴും സർക്കാർ പ്രഖ്യാപനങ്ങൾ UDFിന് തിരിച്ചടിയാണ്. ഹാൻസ് സോണി വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. അതായത് ഒരു മിനി ബജറ്റ് എന്ന് തോന്നുന്ന രീതിയിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ, ക്ഷേമ പെൻഷൻ വർധനവടക്കം ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളിലെയും ഒരു പ്രഖ്യാപനം. ഇനിയിപ്പോൾ അതിനുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണ് നവംബർ 1 വേണ്ടി. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് എന്താണ്? സേതു, ഗുഡ് മോർണിംഗ്. ശരിക്കും പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, നമ്മൾ ഇന്നലെ RDX പറഞ്ഞതിന് തുല്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങളും വരുന്നുണ്ട്. ഇലക്ഷൻ സ്റ്റണ്ടാണെന്നാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഇത്തരത്തിലുള്ള സമാന പരാമർശം നടത്തി. പക്ഷേ അപ്പോൾ അത്തരമൊരു ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇത്തരത്തിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ. കാരണം കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം തന്നെ പുറത്തുവിട്ടിരുന്നു, വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകും, അത് ശരിവെക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പിന്നീടുള്ള പ്രഖ്യാപനങ്ങൾ. നമ്മൾ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ മുതൽ ഏറ്റവും മുകളിലേക്ക് വരികയാണെങ്കിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മിനി ബഡ്ജറ്റ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആശാ വർക്കർമാർക്ക് പണം നൽകുന്നു, ഹെൽപ്പർമാർക്ക്, അംഗൻവാടി ഹെൽപ്പർമാർക്ക് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 1 ഗഡു DA DR നൽകുന്നു. ഒപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏറ്റവും അധികം ആളുകൾ വാങ്ങുന്ന അല്ലെങ്കിൽ ഗുണഭോക്താക്കളായിട്ടുള്ള ഒരു പെൻഷൻ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതി. അത് 1600 നിന്ന് 2000 രൂപയാക്കി ഉയർത്തുന്നു. യുവാക്കളെ പരിഗണിക്കുന്നു, അവർക്ക് സ്കോളർഷിപ്പ് നൽകുന്നു. ഒപ്പം തന്നെ കുടുംബശ്രീ, ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീക്ക് 1000 രൂപ പ്രവർത്തന ഗ്രാന്റ് നൽകുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നേട്ടം ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ശബരിമല സ്വർണ്ണക്കൊള്ളയാവട്ടെ, അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകനെതിരെയുള്ള ആരോപണങ്ങളാവട്ടെ, PM ശ്രീ വിവാദങ്ങളാവട്ടെ, ഇവയെല്ലാം തന്നെ ഒറ്റയടിക്ക് കെടുത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഈ വിവാദങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് മുന്നണിയുമുള്ളത്. നേരത്തെ ഇന്നലെ ധനമന്ത്രി ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല ഇത്തരത്തിലുള്ള പ്രഖ്യാപനമെന്ന്. പക്ഷേ അപ്പോഴും തെരഞ്ഞെടുപ്പ് വരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്ത ആഴ്ചയോടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാകും. എന്തായാലും ഈ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതിൽ സംശയമില്ല. സേതു. ഓക്കെ, ഹാൻസോണാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനങ്ങളൊക്കെയും അല്ലേ, ഈ ക്ഷേമ പെൻഷൻ വർധനവ്, ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത് അടക്കം എല്ലാ, പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയ്ക്കൊക്കെ നല്ല തുകയും മാറ്റി വച്ചിട്ടുണ്ട്. അപ്പോൾ ആ വമ്പൻ പ്രഖ്യാപനങ്ങളായിരുന്നു നടത്തിയത്. ഈ പറഞ്ഞതുപോലെ അതുവരെ നിലനിന്നിരുന്ന വിവാദങ്ങളെയൊക്കെയും അപ്രസക്തമാക്കുന്ന രീതിയിൽ ചർച്ച വേറൊരു വഴിയിലേക്ക് നീക്കുന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി നടത്തി. അതിനുശേഷം നമുക്കിപ്പം രണ്ടായിട്ട് പറയാം, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് മുൻപും ശേഷവും എന്ന് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാം. അപ്പോൾ അതിലെ ഒരു വിലയിരുത്തലും പ്രതിപക്ഷ ആരോപണങ്ങളും ഒക്കെയുമാണ് ഇപ്പോൾ ഹാൻഡ് സോൺ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.